എൻ്റെ കൂക്കിനെ കാണണം. ഞാൻ പോണ്. എങ്ങോട്ട്? എനിക്ക് ജിമ്മിനെ കാണണം. ഞാൻ അവിടെ പോകണം. വേണ്ടെങ്കിൽ അവരൊക്കെ കിടന്നിട്ടുണ്ടാവും. ആയിക്കോട്ടെ, എനിക്ക് അവരല്ല ജിമ്മിനാണ് കാണേണ്ടത്. വേണ്ടെങ്കിൽ എങ്ങനെ പിടിച്ചാൽ എന്തായാലും എനിക്ക് കുഴപ്പമില്ല. എനിക്കിപ്പോൾ കാണണം. എന്നാൽ എനിക്കും കുഴപ്പമില്ല. വാ, നമുക്ക് ഒരുമിച്ച് പോകാം. ആ, അവരൊരു റൂമിലായിരിക്കുമോ? ചിലപ്പോൾ ആയിരിക്കും. വിളിച്ച് ചോദിച്ചാലാ? വേണ്ട, അവരറിയരുത് നമ്മൾ വരുന്നത്. നമുക്ക് അവർക്കൊരു സർപ്രൈസ് കൊടുക്കാം. അവരുടെ ആ സമയത്ത് എത്ര ആളൊക്കെ കാണാമല്ലോ. ആ, അത് കൊള്ളാം. കൂക്കിടെ അപ്പോഴുള്ള മുഖം എൻ്റെ മനസ്സിലേക്ക് വരുന്നു. അച്ചടാ എൻ്റെ മുത്ത്. എന്നാലിപ്പോൾ എങ്ങനെ അറിയൂ ഇത്? ആ, ഐഡിയ. എന്താ? സൂത്രത്തിലെ ഫോണിൽ വിളിച്ച് അവരോട് തന്നെ ചോദിക്കുക. സാധാ വെറുതെ ചോദിക്കണ പോലെ. ആ, ഓക്കെ. ഫോൺ എവിടെ? ഹലോ ബേബി. എന്താ ചെയ്യുമെങ്കിൽ? നീ കിടന്നാ? ആയെങ്കിൽ കിടന്ന്. എന്താ ചെയ്യും? ഒന്നുമില്ല. ഫുഡൊക്കെ കഴിച്ചാ? ആ ബേബി, കഴിച്ച്. ഞാനിപ്പോ ഉറങ്ങി വന്നപ്പോഴേ വിളിച്ചത്. ആണോ? നിന്നിരിക്കാണ്ട് കൂക്കിനെ ചോദിക്കി. ആ, വെയിറ്റ്. ജിമിനെ അപ്പൊ കൂക്കിയോ? അവനവിടെ കിടന്നപ്പോ? അവൻ എൻ്റെ കൂടെ കിടപ്പുണ്ട്. ഉറങ്ങി. ആ, ആണോ? എന്നാ ഞാൻ ശല്യം ചെയ്യണല്ലോ. ഉറങ്ങിക്കോ. എന്തിനാ ഇപ്പൊ വലിയ കാര്യത്തിന് വിളിച്ചത്? സത്യം പറയടാ കള്ളപ്പൂച്ച. ഒന്നുമില്ല, നിന്നെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യണം. എൻ്റെ അടുത്തുണ്ടായിരുന്നെങ്കിൽ. അച്ചടാ, പോട്ടേട്ടാ. നാളെ കാണാലോ. രണ്ടുപേരും പഞ്ചാര അടിക്കാണ്ട് നിർത്തുന്നു. ബാക്കിയുള്ളവരുടെ പോസ്റ്റാണ്. ബൈ ജിമിൻ, ഇവിടെ വി വിളിക്കണം. നീ കിടന്നോ? ലവ് യു. ഓക്കെ ബേബി, ലവ് യു ടു. കിട്ടിയാ അവരെവിടെയാണ് കിടക്കണമെന്ന്? എവിടാ? രണ്ടുപേരും ജിമിൻ്റെ റൂമിലാണ് കിടക്കണത്. രണ്ടുപേരും ഉറങ്ങിയാണ്. ഓ, രണ്ടിനും കിടന്നുറങ്ങിയാൽ മതിയല്ല. ബാക്കിയുള്ള എൻ്റെ ചങ്കിലെ വേദന ആരറിയാൻ? രണ്ടിനും നമ്മളെ വേണ്ടേ? നമ്മളിവിടെ ഒന്ന് കാണാൻ കൊതിക്കുമ്പോൾ രണ്ടും കിടന്നുറങ്ങണം. വാ, എന്തായാലും പോകാം. ഏയ് നിക്ക്, സമയം എത്രയായി? ഇപ്പം 11:30. 12:30 ആവട്ടെ, എന്നിട്ട് ഇറങ്ങാം. ചിലപ്പോൾ ഹോബി എൻ്റെ ഇറങ്ങിയിട്ടില്ലെങ്കിലോ? ആ, ഓക്കെ. മമ്മി അതിന് ഉണർന്നാലും വലിയ സീനൊന്നുമില്ല. പക്ഷെ നല്ല രാത്രി പോകണോണ്ട് റിസ്ക് എടുക്കണ്ട. മമ്മി ഉറങ്ങട്ടെ. വി ആ പെട്ടെന്ന് മയങ്ങിപ്പോയി. ആ, സാറില്ല, എനിക്ക് പോണ്ടേ. 12:30. ആ, ആൻറ്റി ഉറങ്ങിയിട്ടുണ്ടായിരിക്കും അല്ലേ? ആ, വായു, ശബ്ദം ഉണ്ടാക്കാണ്ട് ഇറങ്ങാം. വാ, എൻ്റെ കൈ പിടിച്ചോ. നമുക്കിവിടെ നിന്ന് മാഞ്ഞു ഒറ്റടിക്ക് അവിടെ എത്താം. മുഖം തലവനിൽ നിന്ന് റിട്ടയർഡായ കാര്യം അങ്ങ് മറന്ന? ആ, ഞാനത് ഇടക്കിടക്ക് മറന്നു. വായോ, ഞാൻ ഡ്രൈവ് ചെയ്യാം. എന്ത്? കാറാ? നടന്നു പോകവാ. നടന്ന്? എന്താ കാറിന് പോയാൽ? കാറിൻ്റെ ശബ്ദം ഞാൻ കേട്ട് മമ്മി ഉണർന്നാലാ? ഓ, അത് ഞാൻ ഓർത്തില്ല. പക്ഷെ അവിടം വരെ നടക്കാനാ എനിക്ക് വയ്യ. എന്തായാലും കുറച്ച് നടക്കാൻ, എന്നിട്ടല്ലോ ഓട്ടോ കിട്ടോ നോക്കാം. ആ, അതെ, നമുക്ക് ഓരോരുത്തരുടെയും പുറത്തായിട്ട് കയറിപ്പോയാലാ? അപ്പം ക്ഷീണിക്കൂല. മറ്റേ പിഗ്ഗി ബാക്ക് റൈഡ്. സുഖിപ്പൻ്റെ ബാക്കിൽ കയറിക്കോ. ആ, കുറച്ച് കഴിഞ്ഞ് ഞാൻ നിന്നെ പുറത്തേറ്റാം. അതിൻ്റെ ഇടയിൽ വല്ല ഓട്ടോ കിട്ടോ നോക്കാം. ആ, ഓക്കെ. ഇതേ ഒരു ഓട്ടോ. ആ, ഓട്ടോ. വാ, കയറാം. ഓട്ടോ. അതെ, വന്നപ്പം ഞാനാണ് പുറത്ത് കയറ്റിയത്. പോകുമ്പോൾ എന്നെ കയറ്റണം കേട്ടോ. ആ, നോക്കാം. അയ്യടാ, നോക്കാന്നാ? ആടാ, ഓക്കെ. ആ, യുങ്കി വേണോ? എനിക്ക് പേടിയാണ്. നമുക്ക് തിരിച്ചു പോവാം. ഇവിടെ വരെ എത്തിയിട്ട് വായോ. എനിക്ക് പേടിയാണ്. ഡാഡി മമ്മ അങ്ങനെ ഉണർന്നാല്. എന്തെന്നാലും എനിക്ക് കുഴപ്പമില്ല. എനിക്ക് ജിമ്മിനെ കാണണം. അല്ല, എങ്ങനെ അവരുടെ മുറിയിലെത്തും? അവരുടെ റൂം മേലെയാണ്. നമുക്ക് സൺസെറ്റ് വഴി കയറാം. ആ, ഓക്കെ, വായോ. കുക്കിമുത്തേ, ഞാൻ ദേ വരുന്നടാ. ഇതെന്തൂട്ടാണിത്? ചൈന വന്മതില. ഇവർക്ക് കുറച്ചുകൂടി വരാൻ കുറച്ച് പണിതൂടെ? കയറി വാ, കൈ പിടിച്ചോ. ആ, ഓക്കെ. ഓ, എന്തൊരു വിശപ്പാണ്. അടുക്കളയിൽ എന്തെങ്കിലും ഉണ്ടാവോ? നോക്കിയിരിച്ചും വരാം. നാണമുണ്ടോ വയറേ എപ്പോഴും ഇങ്ങനെ ചോദിച്ചോണ്ടിരിക്കാൻ? ഒരു വരെ കൈക്കോട്ടിന്റെ സ്വഭാവം. ഇങ്ങോട്ട് പോരട്ടെ. ആ, എന്തായാലും വാ, നമുക്ക് നോക്കാം. ആ, ഓക്കേ. ഇവനിതെങ്ങോട്ടാ പോണത്? വാ, നോക്കാം. അടുക്കളയിലേക്കല്ല പോണത്. ഓ, ഇവിടെ ഒന്നും ഇല്ലേ? ഒരു ചീഞ്ഞ വാഴ.
അതെങ്കിൽ അത് ഇവന് നേരത്തെ ഉടുക്കത്തെ ഷോറൊക്കെയായിരുന്നു. ഒരു പണി കൊടുക്കാമല്ലോ. അത് ഞാനേറ്റ, നീ മാറി നിൽക്ക്. ഓക്കേ. ഓ, നല്ല ഫ്രഷ് പഴമായോണ്ടേ നല്ല ചീന ടേസ്റ്റ്. ഓ, വേറൊന്നുമില്ലേ ഇവിടെ? പാൽപ്പൊടി, പഞ്ചസാര, ഹോർലിക്സ്, ബൂസ്റ്റ് അങ്ങനെയൊക്കെ കട്ട് തിന്നുമ്പോൾ അതൊക്കെ തിന്നണം. അന്തസ്. ഇതിപ്പോൾ ഫ്രിഡ്ജിൽ ചിരകി ബാക്കിയായ ഒരു മുറി തേങ്ങയും വെള്ളത്തിലിട്ട ചോറും. ഓ, ഒരു ബൂസ്റ്റ്. ഇതേ ഒരു ബൂസ്റ്റിൻ്റെ ഉപ്പ്. ഓ, ഇതെങ്കിലും ഉണ്ടല്ലോ. അച്ചാറാ. മനുഷ്യനെ പറ്റിക്കാൻ മമ്മി. ഈ ചതി എന്നോട് വേണ്ടായിരുന്നു മമ്മി. Excuse me, sir. ആരടാ? അമ്മ ചത്തോ എന്തോ ആവോ. അമ്മ, ഇതെന്ത് രൂപമാണ്? മനുഷ്യൻ പേടിച്ച പോലെ. അവൻ ചത്തോ എന്തോ. വാ, നമുക്ക് പോകാം. ഡാഡി മമ്മി എഴുന്നേക്കണതിന് മുമ്പ്. അച്ചോടാ എൻ്റെ ജിമിൻ, എൻ്റെ കുക്കി. സ്വപ്നൊക്കെ ശരിക്കും മുമ്പേ നടക്കുന്ന പോലെ ഉണ്ട്. യുങ്കി സ്വപ്നത്തിലും നിങ്ങളെ കാണാൻ എന്ത് ഹാൻസാണ്. ജിമിന് സ്വപ്നല്ല, സത്യമാണ്. യുങ്കി, നിങ്ങളെന്താ ഇവിടെ? മമ്മയും കാര്യം വന്നാല് ഇതിനാ വിളിച്ചു ചോദിച്ചത്? പ്ലീസ് ജിമിൻ, നിന്നെ കാണാൻ കൊതിയായിട്ടല്ലേ. Baby. ജിമിൻ, യുങ്കി, ദേവി ഇഞ്ചിയൊക്കെ കാണും. ഉവ്വ, നമ്മളിവിടെ ട്രെയിലർ ആയിട്ടുള്ളൂ. അവിടെ ഇപ്പൊ പടം തുടങ്ങി കാണും. ഒന്നും മിണ്ടാതിരി യുങ്കി. കുക്കി. നീ എന്താ ഇവിടെ? അയ്യോ യുങ്കി, എഴുന്നേക്ക്. എന്തുറ്റി? താഴെ ഫോൺ അടിക്കുന്ന സൗണ്ട്. നമ്മുടെ 4:00 അലാറാണ്. ഇപ്പൊ എഴുന്നേക്കും. വേഗം പൊക്കോ. അയ്യോ, സമയം എത്രയാ? രണ്ടാളും വേഗം പൊക്കോ. ആടാ പോണ്. ഓ, ഭാഗ്യം. വായു, നമുക്ക് കിടക്കാം. ജൂണേട്ടാ, അതെന്തൊരു ശബ്ദം? എന്ത് ശബ്ദം? നിനക്ക് തോന്നിയതായിരിക്കും. ഞാൻ കിടന്നൊന്നുറങ്ങട്ടെ. ഞാനെന്തായാലും നിൽക്കണ്ടാ. നിങ്ങളെപ്പ വിളിക്കണം? എന്നൊരു 5:30. ഓക്കെ. കടലിനക്കരെ പോണോരെ ഹൈ, കാണാപ്പൊന്നിനെ പോണോരെ ഹൈ, കടലിനക്കരെ പോണോരെ കാണാപ്പൊന്നിനെ പോണോരെ, പോയി വരുമ്പോൾ എന്ത് കൊണ്ടുവരും? എനിക്കൊരു സ്രാവിനെ കൊണ്ടുവരോ? കൊണ്ടുവന്നതേ ഒരു സ്രാവ്. സ്രാവല്ലേ? ഇതാരി? ഇത് ചിഹ്നങ്ങളല്ലേ?